വചനം വചനം ത്രിയേക ദൈവമം വചനം വചനം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെ സ്നേഹാശംസകൾ ഞാൻ നേരുന്നു. എ ഹാപ്പി ക്രിസ്മസ്, എ മെറി ക്രിസ്മസ്, എ ജോയ്ഫുൾ ക്രിസ്മസ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ രക്ഷകൻ വന്ന് പിറക്കട്ടെ എന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ബെത്ലഹേമിൽ പിറന്ന, പുൽക്കൂട്ടിൽ പിറന്ന ആ ഉണ്ണീശോ പിറക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അലക്സാണ്ടർ പോപ്പ് എന്ന എഴുത്തുകാരൻ പറഞ്ഞൊരു കാര്യം ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. 1000 പ്രാവശ്യം ഉണ്ണി പുൽക്കൂട്ടിൽ ജനിച്ചാലും ഒരു പ്രാവശ്യം എൻ്റെ ഹൃദയത്തിൽ ജനിക്കുന്നില്ലെങ്കിൽ ആ ജനനം കൊണ്ട് എന്ത് ഫലമാണ് എനിക്കുണ്ടാകുന്നതെന്നാണ്. അപ്പോൾ ഈ ക്രിസ്മസ് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ണി പിറക്കുന്ന അനുഭവമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ക്രിസ്മസിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ക്രിസ്മസിൻ്റെ അർത്ഥം തേടി നമ്മൾ പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ പുസ്തകത്തിൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അതായത് ദൈവം മനുഷ്യനായി അവതരിക്കുന്ന സംഭവമാണ് ക്രിസ്മസ്. എന്തിനാ ദൈവം മനുഷ്യനായത്? ദൈവം മനുഷ്യനായത് മനുഷ്യനെ ദൈവമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മനുഷ്യനെ ദൈവീകതയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. ദൈവം മനുഷ്യനായത് ദരിദ്രനായ മനുഷ്യനെ സമ്പന്നനാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദൈവം മനുഷ്യനായത് ശൂന്യമായ നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്രിസ്മസിൻ്റെ അർത്ഥം ഇതാണ്. ആ അർത്ഥം നമ്മൾ ജീവിക്കണം. ആ അർത്ഥം നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും വേണം. ക്രിസ്മസിൻ്റെ ഒരു പ്രധാനപ്പെട്ട സന്ദേശം നമ്മൾ ചെറുതാകാൻ പഠിക്കണം എന്നുള്ളതാണ്. ബെത്ലഹേം ദൈവം ചെറുതായ സ്ഥലമാണ്. ബെത്ലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ ഭവനമെന്നാണ്. അപ്പത്തിൻ്റെ ഭവനത്തിൽ പിറന്ന് മനുഷ്യരാശിക്ക് ജീവൻ്റെ അപ്പമായി തീർന്നവരാണ് ഈ ഉണ്ണീശോ. മനുഷ്യനെന്ന് തന്നെ ശൂന്യവൽക്കരിക്കാൻ, ചെറുതാക്കാൻ, എളിമപ്പെടുത്താൻ, വിനയമുള്ളവനാക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴൊക്കെ അവൻ്റെ ചുറ്റുപാടുമൊക്കെ വളരെ സുന്ദരമായിരിക്കുന്നു അവന് കാണാൻ സാധിക്കും. ഇന്ന് ലോകം നന്നാകണമെങ്കിൽ, ലോകത്ത് സമാധാനം ഉണ്ടാകണമെങ്കിൽ, പുരോഗതി ഉണ്ടാകണമെങ്കിൽ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം ദൈവം പഠിപ്പിച്ച ഈ പാഠം തന്നെയാണ്, സ്വയം ശൂന്യവൽക്കരണം. പുൽക്കൂട് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതവും ഇതുപോലെ ചെറുതാകാനുള്ള, കുനിയുവാനുള്ള, വിട്ടുകൊടുക്കുവാനുള്ള ജീവിതമാകണമെന്നുള്ളതാണ്. അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ സന്ദേശം നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്മസ് നൽകുന്ന മറ്റൊരു സന്ദേശം സമാധാനത്തിൻ്റെതാണ്. ഇന്ന് സമാധാനമൊക്കെ ഒരു മരീചികയായി തീരുന്ന കാലഘട്ടമാണ്. യുദ്ധങ്ങളും അക്രമങ്ങളും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ എല്ലായിടത്തും നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ദൈവം തരുന്ന സമാധാനം, ദൈവം തൻ്റെ സ്നേഹത്തിലൂടെ നൽകുന്ന സമ്മാനം, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രത്യേകം പരിശ്രമിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ.